ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിന്ന് മാനേജ്മെൻറ്റ് സയൻസിൽ 5ാമത്തെ ചാപ്റ്റർ ആരംഭിക്കുകയാണ്. ചാപ്റ്ററിൻ്റെ പേര് അസൈൻമെൻറ്റ് പ്രോബ്ലം എന്നാണ്. അപ്പോൾ എന്താണ് അസൈൻമെൻറ്റ് പ്രോബ്ലം എന്ന ഈ ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. അസൈൻമെൻറ്റ് പ്രോബ്ലം ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇത് ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പ്രോബ്ലമാണ്. The goal of assignment problem is to minimize the cost or time of completing a number of jobs by a number of persons. നമ്പർ ഓഫ് പേഴ്സൺസ് കൊണ്ട് നമ്പർ ഓഫ് ജോബ് കംപ്ലീറ്റ് ചെയ്യാനുള്ള കോസ്റ്റിനെയോ ടൈമിനെയോ മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് അസൈൻമെൻറ്റ് പ്രോബ്ലത്തിൻ്റെ ലക്ഷ്യം. അതായത് കുറഞ്ഞ ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്പർ ഓഫ് ജോബുകൾ കംപ്ലീറ്റ് ചെയ്യുക. അതായത് ചിലവ് കുറഞ്ഞ രീതിയിലും സമയം ലാഭത്തിലും നിശ്ചിത ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നിശ്ചിത ജോബ് കംപ്ലീറ്റ് ചെയ്യുക എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ് അസൈൻമെൻറ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കോസ്റ്റും മിനിമൈസ് ചെയ്യണം, ടൈമും മിനിമൈസ് ചെയ്യണം. നമ്പർ ഓഫ് പേഴ്സൺസിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്പർ ഓഫ് ജോബ് കംപ്ലീറ്റ് ചെയ്യാനുള്ള കോസ്റ്റും ടൈമും മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് അസൈൻമെൻറ്റ് പ്രോബ്ലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദ ഗോൾ ഓഫ് അസൈൻമെൻറ്റ് പ്രോബ്ലം ഈസ് ടു മിനിമൈസ് ദ കോസ്റ്റ് ഓർ ടൈം ഓഫ് കംപ്ലീറ്റിംഗ് എ നമ്പർ ഓഫ് ജോബ്സ് ബൈ എ നമ്പർ ഓഫ് പേഴ്സൺസ്. നമ്പർ ഓഫ് പേഴ്സൺസിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്പർ ഓഫ് ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ടൈമിനെയും കോസ്റ്റിനെയും മിനിമൈസ് ചെയ്യുക. അതായത് കുറഞ്ഞ സമയം കൊണ്ടും കുറഞ്ഞ ചിലവ് കൊണ്ടും നിശ്ചിത ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് നിശ്ചിത ജോബ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ലക്ഷ്യമാണ് ഈ അസൈൻമെൻറ്റ് പ്രോബ്ലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. An important characteristics of assignment problem is that the number of sources is equal to number of destinations. അതായത് അസൈൻമെൻറ്റ് പ്രോബ്ലത്തിൽ നമ്പർ ഓഫ് സോഴ്സസും നമ്പർ ഓഫ് ഡെസ്റ്റിനേഷൻസും എല്ലായ്പ്പോഴും ഈക്വൽ ആയിരിക്കും. ഇവിടെ നമ്പർ ഓഫ് അസൈനീസ് ആൻഡ് ദ നമ്പർ ഓഫ് ടാസ്ക് ഓർ ജോബ്സ് എന്നുള്ളത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അസൈനീസും അതുപോലെ തന്നെ ടാസ്ക് ഓഫ് ജോബ്സും സെയിം ആയിരിക്കും. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് n എന്നുള്ള അക്ഷരം കൊണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈച്ച് അസൈനി ഈസ് ടു ബി അസൈൻഡ് ടു എക്സാക്ട്ലി വൺ ടാസ്ക്. ഓരോ അസൈനിക്കും ഒരു ടാസ്ക് എന്നുള്ളത് എക്സാക്ട്ലി അസൈൻ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈച്ച് ടാസ്ക് ഈസ് ടു ബി പെർഫോംഡ് ബൈ എക്സാക്ട്ലി വൺ അസൈനി. അതുപോലെ ഓരോ ടാസ്കും പെർഫോം ചെയ്യുന്നത് ഒരു അസൈനി ആയിരിക്കും. ദർ ഈസ് എ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് അസൈനി പെർഫോമിംഗ് ദ ടാസ്ക് പെർഫോം ചെയ്യുന്നതിന് അസൈനിയുമായി ബന്ധപ്പെട്ടൊരു കോസ്റ്റ് ഉണ്ടായിരിക്കും. സോ ദ ഒബ്ജക്റ്റീവ് ഓഫ് this problem is to determine how all n assignments should be made to minimize the total cost. ടോട്ടൽ കോസ്റ്റ് മിനിമൈസ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെയാണ് ഈ നിശ്ചിത നമ്പർ ഓഫ് അസൈനീസിനെയും നമ്പർ ഓഫ് ടാസ്കിനെയും ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ് അസൈൻമെൻറ്റ് പ്രോബ്ലത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. സോ ദ എയിം ഓഫ് അസൈൻമെൻറ്റ് പ്രോബ്ലം ഈസ് ടു ഡിറ്റർമിൻ ഹൗ ആൾ ദീസ് നമ്പർ ഓഫ് അസൈനീസ് ആൻഡ് നമ്പർ ഓഫ് ടാസ്ക് ഷുഡ് ബി മെയ്ഡ് ടു മിനിമൈസ് ദ ടോട്ടൽ കോസ്റ്റ്. ഇതാണ് അസൈൻമെൻറ്റ് പ്രോബ്ലത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ അസൈൻമെൻറ്റ് പ്രോബ്ലത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്പർ ഓഫ് അസൈനീസിനെയും നമ്പർ ഓഫ് ടാസ്കിനെയും ഉപയോഗിച്ചുകൊണ്ട് ടോട്ടൽ കോസ്റ്റ് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ടോട്ടൽ കോസ്റ്റ് മിനിമൈസ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ നിലവിലുള്ള ആളുകളെയും നിലവിലുള്ള ജോബിനെയും ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ് അസൈൻമെൻറ്റ് പ്രോബ്ലം ലക്ഷ്യമാക്കുന്നത്. ഇനി അസൈൻമെൻറ്റ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ നിരവധി മെത്തേഡുകളുണ്ട്. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സിംപ്ലക്സ് മെത്തേഡ് നമ്മൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി നമ്മൾക്ക് അതിൻ്റെ പ്രോബ്ലംസ് ഇല്ല. കാരണം സിംപ്ലക്സ് മെത്തേഡ് നമ്മൾ ലീനിയർ പ്രോഗ്രാമിൽ പഠിച്ചു. അതേ മെത്തേഡ് തന്നെ നമുക്ക് അസൈൻമെൻറ്റ് പ്രോബ്ലത്തിലും ഉപയോഗിക്കാം. അതുപോലെ തന്നെ എന്യൂമറേഷൻ മെത്തേഡിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല. എന്യൂമറേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ഓഫ് ആൾ പോസിബിൾ അസൈൻമെൻറ്റ് എമംഗ് ദ ഗിവൻ റിസോഴ്സസ് ഈസ് പ്രിപ്പയർഡ്. അതായത് നിലവിലുള്ള റിസോഴ്സസ് തന്നിരിക്കുന്ന റിസോഴ്സസിൽ നിന്നും എല്ലാ പോസിബിൾ അസൈൻമെൻറ്റുകളും നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുന്നത്. അതിൽ നിന്നും മിനിമം കോസ്റ്റ്, ടൈം ഓർ ഡിസ്റ്റൻസ് സെലക്ട് ചെയ്യുന്നു. ഇഫ് 2 or more അസൈൻമെൻറ്റ് ഹാവ് ദ സെയിം മിനിമം കോസ്റ്റ്, ടൈം ഓർ ഡിസ്റ്റൻസ്, ദ പ്രോബ്ലം ഹാസ് മൾട്ടിപ്പിൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ. പ്രോബ്ലത്തിന് എന്തുണ്ടായിരിക്കും? മൾട്ടിപ്പിൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഉണ്ടാവും. അതിനെ നമുക്ക് പ്രോബ്ലം ചെയ്യാനില്ല. എന്യൂമറേഷൻ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ എല്ലാ പോസിബിൾ അസൈൻമെൻറ്റുകളുടെയും ലിസ്റ്റ് തയ്യാറാക്കുക ചെയ്യുന്നത്. എമംഗ് ദ ഗിവൻ റിസോഴ്സസ്, നൽകിയിരിക്കുന്ന റിസോഴ്സസിൽ നിന്നും പോസിബിൾ ആയിട്ടുള്ള അസൈൻമെൻറ്റിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കുന്നു. അതായത് മെൻ, മെഷീൻ എന്നിങ്ങനെ റിസോഴ്സസിൽ നിന്നും പോസിബിൾ അസൈൻമെൻറ്റുകൾ ലിസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ആക്ടിവിറ്റീസ്, അതായത് ജോബ്, സെയിൽസ്, ഏരിയാസ് എന്നിങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. അതിനുശേഷം മിനിമം കോസ്റ്റ് അല്ലെങ്കിൽ മാക്സിമം പ്രോഫിറ്റ്, ടൈം ഓർ ഡിസ്റ്റൻസ് എന്നിവ സെലക്ട് ചെയ്യും. എന്നിട്ട് 2 or more അസൈൻമെൻറ്റ് ഹാവ് ദ സെയിം മിനിമം കോസ്റ്റ് ഓർ മാക്സിമം പ്രോഫിറ്റ്. 2 അതിലധികമോ അസൈൻമെൻറ്റുകൾക്ക് മിനിമം കോസ്റ്റ് ഒന്ന് തന്നെയാണെങ്കിലോ അല്ലെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് സെയിം ആണെങ്കിലോ അല്ലെങ്കിൽ ടൈം ഓർ ഡിസ്റ്റൻസ് സെയിം ആണെങ്കിലോ പ്രോബ്ലത്തിന് എന്തുണ്ടായിരിക്കും? മൾട്ടിപ്പിൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഉണ്ടായിരിക്കും.
ഇതാണ് എന്യൂമറേഷൻ മെത്തേഡിൽ ചെയ്യുന്നത്. സിംപ്ലക്സ് മെത്തേഡും പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. ആ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് അസൈൻമെൻറ്റ് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താം. പക്ഷേ അത് രണ്ടും നമുക്ക് പഠിക്കാനില്ല. സിംപ്ലക്സ് മെത്തേഡിൻ്റെയും ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെയും അസൈൻമെൻറ്റ് പ്രോബ്ലം നമുക്ക് സിലബസിലില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട മെത്തേഡായിട്ടുള്ള 4ാമത്തെ മെത്തേഡായിട്ടുള്ള ഹംഗേറിയൻ മെത്തേഡിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോബ്ലം മാത്രമാണ് നമുക്കുള്ളൂ. ഇതിൻ്റെ പ്രോബ്ലംസ് നമുക്കില്ല. അപ്പോൾ എന്താണ് ഹംഗേറിയൻ മെത്തേഡ് എന്ന് നമുക്ക് നോക്കാം. ഹംഗേറിയൻ മെത്തേഡാണ് അസൈൻമെൻറ്റ് പ്രോബ്ലം ചെയ്യാനുള്ള ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മെത്തേഡായിട്ട് കണ്ടുപിടിക്കപ്പെട്ടത്. അപ്പോൾ ഈ ഹംഗേറിയൻ മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് അസൈൻമെൻറ്റ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഹംഗേറിയൻ മെത്തേഡ് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഹംഗേറിയൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ദിസ് മെത്തേഡ് വാസ് ഡെവലപ്ഡ് ബൈ ഡി കോണിക് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഡി കോണിക് KONIG ആണ്. ഡി കോണിക് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ മെത്തേഡ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഹംഗേറിയൻ മാത്തമെറ്റീഷ്യൻ, ഒരു ഹംഗേറിയൻ മാത്തമെറ്റീഷ്യൻ ആയിട്ടുള്ള ഡി കോണിക് എന്ന് പറയുന്ന വ്യക്തിയാണ് ഹംഗേറിയൻ മെത്തേഡ് എന്നുള്ള മെത്തേഡ് ഡെവലപ്പ് ചെയ്തത്. സോ ദിസ് മെത്തേഡ് ഈസ് നോൺ ആസ് ഹംഗേറിയൻ മെത്തേഡ്. ഹംഗേറിയൻ ആയിട്ടുള്ള വ്യക്തി ഡെവലപ്പ് ചെയ്ത മെത്തേഡ് ആയതുകൊണ്ട് നമ്മളിതിനെ ഹംഗേറിയൻ മെത്തേഡ് എന്ന് പറയും. For using this method, one needs to know only the cost of making all the possible assignments. പോസിബിൾ അസൈൻമെൻറ്റ് മേക്ക് ചെയ്യാൻ ആവശ്യമുള്ള കോസ്റ്റ് ആദ്യമായിട്ട് ഒരാൾക്ക് അറിയണം. ഫോർ യൂസിങ് ദിസ് മെത്തേഡ്, അതായത് ഹംഗേറിയൻ മെത്തേഡ് ഉപയോഗിക്കാൻ വേണ്ടി വൺ നീഡ്സ് ടു നോ ഓൺലി ദ കോസ്റ്റ് ഓഫ് മേക്കിംഗ് ആൾ ദ പോസിബിൾ അസൈൻമെൻറ്റ്സ്. പോസിബിൾ അസൈൻമെൻറ്റ് മേക്ക് ചെയ്യാൻ ആവശ്യമുള്ള കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം. സോ ഈച്ച് അസൈൻമെൻറ്റ് പ്രോബ്ലം ഹാസ് എ മെട്രിക്സ് ഓർ ടേബിൾ അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. അതുകൊണ്ട് തന്നെ ഹംഗേറിയൻ മെത്തേഡിൽ ഓരോ അസൈൻമെൻറ്റ് പ്രോബ്ലത്തിനും ഒരു മെട്രിക്സോ അല്ലെങ്കിൽ ഒരു ടേബിളോ ഉണ്ടായിരിക്കും. The objects or people one wishes to assign are expressed in rows and tasks are assigned to them expressed are in columns. അതായത് ഒബ്ജക്ട്സിനെയോ പീപ്പിൾസിനെയോ അസൈൻ ചെയ്തിട്ടുള്ള ഒബ്ജക്ട്സിനെയോ പീപ്പിൾസിനെയോ റോകളായിട്ട് എക്സ്പ്രസ് ചെയ്യും. പീപ്പിൾസിനെയോ ഒബ്ജക്ട്സിനെയോ നമ്മൾ റോകളായിട്ട് എക്സ്പ്രസ് ചെയ്യുകയും ടാസ്കുകളെ അല്ലെങ്കിൽ അവർക്ക് നൽകിയിട്ടുള്ള ടാസ്കിനെ നമ്മൾ കോളംസ് ആയിട്ട് ഇതിൽ എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യും. So the number in the table would be the cost associated with each particular assignment. ഓരോ പർട്ടിക്കുലർ അസൈൻമെൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കോസ്റ്റ് ആയിട്ടായിരിക്കും നമ്പർ എന്നുള്ളത് ഡെവലപ്പ് ചെയ്യുക. സോ ദ നമ്പർ ഇൻ ദ ടേബിളിലെ നമ്പർ എന്നുള്ളത് എന്തായിരിക്കും? വുഡ് ബി ദ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ഈച്ച് പർട്ടിക്കുലർ അസൈൻമെൻറ്റ്. സോ ഹംഗേറിയൻ മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് ഇഫ് എ കോൺസ്റ്റൻറ്റ് ഈസ് ആഡഡ് ടു ദ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് മെട്രിക്സിലെ എലമെൻറ്റിലേക്ക് ഒരു കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദ ഒപ്റ്റിമം സൊല്യൂഷൻ ഓഫ് അസൈൻമെൻറ്റ് പ്രോബ്ലം ഈസ് സെയിം ആസ് ദ ഒറിജിനൽ പ്രോബ്ലം. ഒറിജിനൽ പ്രോബ്ലത്തിനോട് സെയിം ആയിരിക്കും അസൈൻമെൻറ്റ് പ്രോബ്ലത്തിൻ്റെ ഒപ്റ്റിമം സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ ഹംഗേറിയൻ മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് ഇഫ് എ കോൺസ്റ്റൻറ്റ് ഈസ് ആഡഡ് ടു ദ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് മെട്രിക്സിലെ എലമെൻറ്റിലേക്ക് ഒരു കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒപ്റ്റിമം സൊല്യൂഷൻ ഓഫ് ദ അസൈൻമെൻറ്റ് പ്രോബ്ലം ഈസ് സെയിം ആസ് ദ ഒറിജിനൽ പ്രോബ്ലത്തിനോട് സെയിം ആയിരിക്കും. ഇറ്റ് ഓപ്പറേറ്റ്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് മെട്രിക്സ് റിഡക്ഷൻ എന്നുള്ള പ്രിൻസിപ്പിളുമായിട്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് ഹംഗേറിയൻ മെത്തേഡിനെ നമുക്ക് ഫ്ലഡ് ടെക്നിക് എന്നോ റിഡക്ഷൻ മെട്രിക്സ് മെത്തേഡ് എന്നോ പല രീതിയിലും പറയാറുണ്ട്. ഫ്ലഡ് ടെക്നിക് എന്ന് പറയാറുണ്ട്, റിഡക്ഷൻ മെട്രിക്സ് മെത്തേഡ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഈ ഹംഗേറിയൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡെവലപ്പ് ചെയ്തത് ഡി കോണിക് എന്നുള്ള ഒരു മാത്തമെറ്റീഷ്യനാണ്, ഹംഗേറിയൻ ആയുള്ള വ്യക്തിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഹംഗേറിയൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈച്ച് പോസിബിൾ അസൈൻമെൻറ്റുകളെ നമ്മൾ മെട്രിക്സോ ടേബിളുകളോ ആയിട്ട് എന്ത് ചെയ്യുന്നത്? അസോസിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒബ്ജക്ട്സ് ഓർ പീപ്പിൾ എന്നുള്ളതിനെ നമ്മൾ റോകളായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നു, ടാസ്കിനെ നമ്മൾ കോളംസ് ആയിട്ടും എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. നമ്പർ ഇൻ ദ ടേബിളിലുള്ള നമ്പർ എന്നുള്ളത് വുഡ് ബി ദ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ഈച്ച് പർട്ടിക്കുലർ അസൈൻമെൻറ്റ്. ഓരോ പർട്ടിക്കുലർ അസൈൻമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കോസ്റ്റാണ് നമ്പർ ഇൻ ദ ടേബിൾ എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഹംഗേറിയൻ മെത്തേഡിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇഫ് എ കോൺസ്റ്റൻറ്റ് ഈസ് ആഡഡ് ടു ദ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് മെട്രിക്സിലെ എലമെൻറ്റിലേക്ക് കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒപ്റ്റിമം സൊല്യൂഷൻ ഓഫ് ദ അസൈൻമെൻറ്റ് പ്രോബ്ലത്തിൻ്റെ ഒപ്റ്റിമം സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈസ് സെയിം ആസ് ദ ഒറിജിനൽ പ്രോബ്ലത്തിന് സെയിം ആയിരിക്കും. സോ ഇറ്റ് ഓപ്പറേറ്റ്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് മെട്രിക്സ് റിഡക്ഷൻ എന്നുള്ള പ്രിൻസിപ്പിളുമായിട്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് കൂടുതൽ ക്ലിയർ ആകും. ഇനി എങ്ങനെയാണ് ഈ ഹംഗേറിയൻ മെത്തേഡിൻ്റെ സ്റ്റെപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷണൽ പ്രൊസീജിയർ എന്ന് നോക്കാം. കമ്പ്യൂട്ടേഷണൽ പ്രൊസീജിയർ ഓഫ് സോൾവിങ് ദ അസൈൻമെൻറ്റ് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കമ്പ്യൂട്ടേഷണൽ പ്രൊസീജിയർ അല്ലെങ്കിൽ ഹംഗേറിയൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് അസൈൻമെൻറ്റ് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കമ്പ്യൂട്ടേഷണൽ പ്രൊസീജിയറാണ് പറയുന്നത്.
ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഹംഗേറിയൻ അസൈൻമെൻറ്റ് മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ ദ കോൺസെപ്റ്റ് ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഹംഗേറിയൻ അസൈൻമെൻറ്റ് മെത്തേഡിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇത് ബേസ് ചെയ്തിരിക്കുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ആസ് പെർ ദ ഹംഗേറിയൻ മെത്തേഡ് ദ ഫോളോയിങ് സ്റ്റെപ്സ് ആർ ടു ബി ഫോളോഡ് ടു സോൾവ് എൻ അസൈൻമെൻറ്റ് പ്രോബ്ലം. ഇവിടെ അസൈൻമെൻറ്റ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് താഴെ പറയുന്ന ചില മെത്തേഡുകൾ നമ്മൾ ഉപയോഗിക്കണം. ഫസ്റ്റ് വൺ പറയുന്നത് ഡെവലപ്പ് ദ ഓപ്പർച്യൂണിറ്റി ടേബിൾ. ആദ്യം നമ്മൾ ഓപ്പർച്യൂണിറ്റി ടേബിൾ ഡെവലപ്പ് ചെയ്യാം. ഓപ്പർച്യൂണിറ്റി ടേബിൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ നോക്കണം. ഒന്ന് റോ റിഡക്ഷൻ, പിന്നെ ഒന്ന് കോളം റിഡക്ഷൻ എന്ന് പറയുന്നത്. റോ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്ട്രാക്ട് ദ മിനിമം എൻട്രി ഓഫ് ഈച്ച് റോ ഫ്രം ആൾ ദ എൻട്രീസ് ഓഫ് ദ റെസ്പെക്റ്റീവ് റോ ഇൻ ദ കോസ്റ്റ് മെട്രിക്സ്. കോസ്റ്റ് മെട്രിക്സിലുള്ള റെസ്പെക്റ്റീവ് റോയുടെ എൻട്രിയിൽ നിന്നും മിനിമം എൻട്രി ഓഫ് ഈച്ച് റോയെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യാം. അതായത് റോയിലെ ഏറ്റവും മിനിമം എൻട്രി അല്ലെങ്കിൽ ഏറ്റവും ചെറിയ സംഖ്യ നമ്മൾ മറ്റുള്ള എല്ലാ എലമെൻറ്റുകളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക ചെയ്തത്, സബ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ സബ്ട്രാക്ട് ദ മിനിമം എൻട്രി ഓഫ് ഈച്ച് റോ, മിനിമം എൻട്രി ഓഫ് ഈച്ച് റോ സബ്ട്രാക്ട് ചെയ്യുക ഫ്രം ആൾ ദ എൻട്രീസ് ഓഫ് ദ റെസ്പെക്റ്റീവ് റോ. നെക്സ്റ്റ് കോളം റിഡക്ഷൻ. കോളം റിഡക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ദ റോ റിഡക്ഷൻ സബ്ട്രാക്ട് ദ മിനിമം എൻട്രി ഓഫ് ഈച്ച് ഓഫ് ദ കോളം ഫ്രം ആൾ ദ എൻട്രീസ് ഓഫ് റെസ്പെക്റ്റീവ് കോളം. റെസ്പെക്റ്റീവ് കോളത്തിലെ എല്ലാ എൻട്രിയിൽ നിന്നും മിനിമം എൻട്രി നമ്മൾ സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ റോ റിഡക്ഷൻ ചെയ്തു, കോളവും റിഡക്ഷൻ ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഡ്രോ ദ മിനിമം നമ്പർ ഓഫ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻസ് ദാറ്റ് ആർ റിക്വയർഡ് ടു കവർ ആൾ സീറോ എലമെൻറ്റ്സ്. സീറോ എലമെൻറ്റുകളെ കവർ ചെയ്യുന്ന ഹൊറിസോണ്ടൽ എലമെൻറ്റും വെർട്ടിക്കൽ ലൈനുകളും നമ്മൾ എന്ത് ചെയ്യണം, ഡ്രോ ചെയ്യണം. ആസ് എ കോൺസിക്വൻസ് ഓഫ് ദിസ് ആക്ഷൻ ദർ വുഡ് ബി അറ്റ്ലീസ്റ്റ് 1 0 ഇൻ ഈച്ച് ഓഫ് ദ റോസ് ആൻഡ് കോളംസ് ഓഫ് ദ സെക്കൻഡ് റെഡ്യൂസ്ഡ് കോസ്റ്റ് ടേബിൾ. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടാമത്തെ റെഡ്യൂസ്ഡ് കോസ്റ്റ് ടേബിളിൽ ഒരു സീറോ, അറ്റ്ലീസ്റ്റ് ഒരു സീറോ എങ്കിലും റോയിലും അതുപോലെ തന്നെ കോളത്തിലും നമുക്ക് കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. അറ്റ്ലീസ്റ്റ് 1 0 ഇൻ ഈച്ച് ഓഫ് ദ റോ, ഈച്ച് ഓഫ് ദ റോയിൽ ഒരു സീറോയും കോളത്തിലും അതുപോലെ തന്നെ ഒരു സീറോ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഡ്രോ ദ മിനിമം നമ്പർ ഓഫ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻസ്. ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻസ് മിനിമം നമ്പർ നമ്മൾ എന്ത് ചെയ്യണം, റിക്വയർഡ് ടു കവർ ആൾ സീറോ എലമെൻറ്റ്സ്. എല്ലാ സീറോ എലമെൻറ്റ്സിനെയും കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ റിക്വയർ ചെയ്യണം. നെക്സ്റ്റ് പറയുന്നത് സെലക്ട് ദ സ്മാളസ്റ്റ് കോസ്റ്റ് എലമെൻറ്റ് ഓഫ് അൺകവേർഡ് ലൈൻസ്. അൺകവേർഡ് ലൈൻസിൻ്റെ സ്മാളസ്റ്റ് കോസ്റ്റ് എലമെൻറ്റ് നമ്മൾ സെലക്ട് ചെയ്യാം. അതായത് സബ്ട്രാക്ട് ദിസ് എലമെൻറ്റ് ഫ്രം ആൾ ദ അൺകവേർഡ് എലമെൻറ്റ്സ്. അൺകവേർഡ് എലമെൻറ്റിൽ നിന്നും ഈ എലമെൻറ്റിനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുകയും ഇൻക്ലൂഡിങ് ഇറ്റ് സെൽഫ് ആൻഡ് ആഡ് ദിസ് എലമെൻറ്റ് ടു ഈച്ച് വാല്യൂ വിച്ച് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് എനി ടു ലൈൻസ്. അതായത് ദ കോസ്റ്റ് എലമെൻറ്റ് ത്രൂ വിച്ച് വൺ ലൈൻ പാസസ് റിമെയിൻ അൺആൾട്ടേർഡ്. കോസ്റ്റ് എലമെൻറ്റ് ത്രൂ വിച്ച് വൺ ലൈൻ പാസസ്, ഒരു ലൈൻ പാസ് ചെയ്യുന്ന കോസ്റ്റ് എലമെൻറ്റ് എന്നുള്ളത് എല്ലായ്പ്പോഴും എന്തായിരിക്കണം, അൺആൾട്ടേർഡ്, അത് ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ദ സ്മാളസ്റ്റ് കോസ്റ്റ് എലമെൻറ്റ് ഓഫ് അൺകവേർഡ് ലൈൻസ്. കവർ ചെയ്യാത്ത ലൈൻസിലെ സ്മാളസ്റ്റ് കോസ്റ്റ് എലമെൻറ്റിനെ നമ്മൾ സെലക്ട് ചെയ്യുകയാണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് റിപ്പീറ്റ് സ്റ്റെപ്പ് 2 ആൻഡ് സ്റ്റെപ്പ് 3 അൺടിൽ ആൻ ഒപ്റ്റിമം സൊല്യൂഷൻ ഈസ് ഒബ്റ്റൈൻഡ്. ഒപ്റ്റിമം സൊല്യൂഷൻ കിട്ടുന്നതുവരെ രണ്ടാമത്തെ സ്റ്റെപ്പും മൂന്നാമത്തെ സ്റ്റെപ്പും നമ്മൾ തുടർന്നു കൊണ്ടേ പോവുക. നെക്സ്റ്റ് അഞ്ചാമത് പറയുന്നത് എന്താ വെച്ചാൽ മേക്ക് ദ ജോബ് അസൈൻമെൻറ്റ്സ് ആസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ സീറോ എലമെൻറ്റ്സ് ഇൻ ദ ഗിവൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ. ഗിവൻ ഒപ്റ്റിമൽ സൊല്യൂഷനിൽ സീറോ എലമെൻറ്റ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ജോബ് അസൈൻമെൻറ്റ് മേക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, ലൊക്കേറ്റ് എ റോ വിച്ച് കണ്ടെയ്ൻസ് ഓൺലി 1 0 എലമെൻറ്റ്. ഒരു സീറോ എലമെൻറ്റ് മാത്രമുള്ള റോ നമ്മൾ ലൊക്കേറ്റ് ചെയ്യാം. അസൈൻ ദ ജോബ് കറസ്പോണ്ടിങ് ടു ദിസ് എലമെൻറ്റ്. ഈ എലമെൻറ്റിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജോബ് അസൈൻ ചെയ്യാം. ടു ഇറ്റ്സ് കറസ്പോണ്ടിങ് പേഴ്സൺ. കറസ്പോണ്ടിങ് പേഴ്സണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജോബ് ഈ റോയ്ക്ക് തുല്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, അസൈൻ ദ ജോബ് കറസ്പോണ്ടിങ് ടു ദിസ് എലമെൻറ്റ്. ഈ എലമെൻറ്റിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജോബ് അസൈൻ ചെയ്യുക. ടു ഇറ്റ്സ് കറസ്പോണ്ടിങ് പേഴ്സൺ, അതിൻ്റെ കറസ്പോണ്ടിങ് പേഴ്സണ്. ക്രോസ് ഔട്ട് ദ സീറോസ് ഇഫ് എനി ഓഫ് ദ കോളം കറസ്പോണ്ടിങ് ടു ദ എലമെൻറ്റ്. എലമെൻറ്റിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീറോയ്ക്ക് നേരിട്ട് ക്രോസ് ഔട്ട് ചെയ്യാം. വെൻ സീറോസ് ആർ ക്രോസ് ഔട്ട് ഇറ്റ് ഈസ് എൻ ഇൻഡിക്കേഷൻ ദാറ്റ് ദ പർട്ടിക്കുലർ ജോബ് ആൻഡ് പേഴ്സൺ ആർ നോ മോർ അവൈലബിൾ. സീറോ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ പർട്ടിക്കുലർ ജോബോ പേഴ്സണോ നോ മോർ അവൈലബിൾ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. നെക്സ്റ്റ് റിപ്പീറ്റ് ദ എബവ് സ്റ്റെപ്സ് ഫോർ ഈച്ച് ഓഫ് സച്ച് റോസ് വിച്ച് കണ്ടെയ്ൻ ഓൺലി 1 0. ഒരു സീറോ മാത്രമുള്ള റോയിലേക്കും ഈ സ്റ്റെപ്പ് നമ്മൾ റിപ്പീറ്റ് ചെയ്യാം. സിമിലർലി പെർഫോം ദ സെയിം ഓപ്പറേഷൻ. നെക്സ്റ്റ് ഇഫ് ദർ ഈസ് നോ റോ ഓർ കോളം വിത്ത് ഓൺലി എ സിംഗിൾ സീറോ എലമെൻറ്റ് then select row or column arbitrarily
അതായത് റോയോ കോളമോ സിംഗിൾ സീറോ എലമെൻറ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ റോയെ കോളത്തിനെ നമ്മൾ ആർബിട്രറിലി സെലക്ട് ചെയ്യുകയും ആൻഡ് ചൂസ് ഓഫ് ദ ജോബ്സ് ആൻഡ് മേക്ക് ദ അസൈൻമെൻറ്റ്. Then continue the crossing out zeros of the corresponding elements as explained above. Calculate the total cost with reference to original cost table. ഒറിജിനൽ കോസ്റ്റ് ടേബിളുമായി ബന്ധപ്പെട്ടിട്ട് ടോട്ടൽ കോസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് പ്രോബ്ലം ചെയ്യുമ്പോഴാണ് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. ഇങ്ങനെ സ്റ്റെപ്പായിട്ട് പറയുന്ന സമയത്ത് ക്ലിയർ ആവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പ്രോബ്ലം നമ്മൾ നോട്ടിൽ വർക്കൗട്ട് ചെയ്തിട്ട് തരും, അപ്പോൾ ക്ലിയർ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കമ്പ്യൂട്ടേഷണൽ പ്രൊസീജിയർ അല്ലെങ്കിൽ അസൈൻമെൻറ്റ് പ്രോബ്ലത്തിൻ്റെ കമ്പ്യൂട്ടേഷണൽ പ്രൊസീജിയറിൻ്റെ സ്റ്റെപ്പ് മനസ്സിലാക്കി വയ്ക്കുക. ഹംഗേറിയൻ മെത്തേഡ് എന്ന് ബേസ് ചെയ്തിരിക്കുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഓപ്പർച്യൂണിറ്റി ടേബിൾ പ്രിപ്പയർ ചെയ്യലാണ്. അതിൽ നിന്ന് നമ്മൾ റോ റിഡക്ഷനും കോളം റിഡക്ഷനും നമ്മൾ ചെയ്യണം. റോ റിഡക്ഷൻ പറഞ്ഞാൽ റോയിലെ എല്ലാ സംഖ്യകളിൽ നിന്നും ഏറ്റവും മിനിമം എൻട്രി നമ്മൾ റെഡ്യൂസ് ചെയ്യുക. കോളത്തിലെ എല്ലാ സംഖ്യകളിൽ ഓരോ കോളത്തിൽ നിന്നും നമ്മൾ മിനിമം എൻട്രി എന്നുള്ളത് റെഡ്യൂസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ആസ് എ കോൺസിക്വൻസ് ഇതിൻ്റെ ഭാഗമായിട്ട് അറ്റ്ലീസ്റ്റ് 1 0 ഒരു റോയിലും ഒരു കോളത്തിലും, ഓരോ റോയിലും ഓരോ കോളത്തിലും ഒരു 0 എങ്കിലും കാണും. സോ മിനിമം നമ്പർ ഓഫ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻസ് ദാറ്റ് ആർ റിക്വയർഡ് ടു ആൾ സീറോ എലമെൻറ്റ്സ്. എല്ലാ 0 എലമെൻറ്റ്സിനെയും കവർ ചെയ്യുന്ന മിനിമം നമ്പർ ഓഫ് ഹൊറിസോണ്ടൽ ലൈൻസും വെർട്ടിക്കൽ ലൈൻസും നമ്മൾ ഡ്രോ ചെയ്യുക. നെക്സ്റ്റ് എന്ത് ചെയ്യുക, സെലക്ട് ദ സ്മാളസ്റ്റ് കോസ്റ്റ് എലമെൻറ്റ് ഓഫ് അൺകവേർഡ് ലൈൻസ്. കവർ ചെയ്യാത്ത ലൈൻസിൻ്റെ സ്മാളസ്റ്റ് കോസ്റ്റ് എലമെൻറ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. ഈ സ്റ്റെപ്പ് നമ്മൾ 2, 3 സ്റ്റെപ്പ് എന്നുള്ള ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടുന്നവരെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നെക്സ്റ്റ് എന്ത് ചെയ്യുക, മേക്ക് ദ ജോബ് അസൈൻമെൻറ്റ് ആസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ 0 എലമെൻറ്റ്സ്. 0 എലമെൻറ്റ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ജോബ് അസൈൻമെൻറ്റ് മേക്ക് ചെയ്യുകയും ഒപ്റ്റിമൽ സൊല്യൂഷനിലേക്ക് എത്തുകയും ചെയ്യുക. അതിനുവേണ്ടി ലൊക്കേറ്റ് എ റോ വിച്ച് കണ്ടെയ്ൻസ് ഓൺലി 1 0 എലമെൻറ്റ്. ഒരു 0 എലമെൻറ്റ് മാത്രമുള്ള ഒരു റോ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുകയും അവിടെ അസൈൻ ദ ജോബ് കറസ്പോണ്ടിങ് ടു ദിസ് എലമെൻറ്റ്. ഈ എലമെൻറ്റിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറസ്പോണ്ടിങ് പേഴ്സണ് ജോബ് അസൈൻ ചെയ്യുകയും ചെയ്യുക. നെക്സ്റ്റ് റിപ്പീറ്റ് ദ എബവ് സ്റ്റെപ്സ് ഫോർ ഈച്ച് ഓഫ് സച്ച് റോസ്. അത്തരത്തിലുള്ള റോയിൻ്റെ ഓരോ ഇതിലേക്കും സ്റ്റെപ്പ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. വിച്ച് കണ്ടെയ്ൻ ഓൺലി 1 0, ഒരു 0 മാത്രമുള്ള സച്ച് റോയിലേക്ക് റിപ്പീറ്റ് ദ എബവ് സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. റിപ്പീറ്റ് ദ എബവ് സ്റ്റെപ്പ് ഫോർ ഈച്ച് ഓഫ് സച്ച് റോസ്. അത്തരത്തിലുള്ള റോയിലെ ഓരോ സ്റ്റെപ്പിലേക്ക് നമ്മൾ ഇത് എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. ഓൺലി വിച്ച് കണ്ടെയ്ൻ ഓൺലി 1 0. നെക്സ്റ്റ് എന്ത് ചെയ്യുക, ഇഫ് ദർ ഈസ് നോ റോ ഓർ കോളം വിത്ത് ഓൺലി എ സിംഗിൾ 0 എലമെൻറ്റ്. സിംഗിൾ 0 എലമെൻറ്റ് മാത്രം ഉള്ള റോയോ കോളമോ ഇല്ല എന്നുണ്ടെങ്കിൽ സെലക്ട് റോ ഓർ കോളം ആർബിട്രറിലി ആൻഡ് ചൂസ് ഓഫ് ദ ജോബ്സ് ആൻഡ് മേക്ക് ദ അസൈൻമെൻറ്റ്. ജോബ് ചൂസ് ചെയ്യുകയും അസൈൻമെൻറ്റ് നടപ്പിലാക്കുകയും ചെയ്യുക. കാൽക്കുലേറ്റ് ദ ടോട്ടൽ കോസ്റ്റ് വിത്ത് റെഫറൻസ് ടു ഒറിജിനൽ കോസ്റ്റ് ടേബിൾ. ഒറിജിനൽ കോസ്റ്റ് ടേബിളുമായി ബന്ധപ്പെട്ടിട്ട് റെഫറൻസ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്യുക. ഇതാണ് അസൈൻമെൻറ്റ് പ്രോബ്ലത്തിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെറിയ വീഡിയോ ആണ്. ഇതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ് അസൈൻമെൻറ്റ് പ്രോബ്ലം എന്നും അസൈൻമെൻറ്റ് പ്രോബ്ലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നും അതുപോലെ തന്നെ അസൈൻമെൻറ്റ് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ചെയ്യാനുള്ള മെത്തേഡ്സ്, അതായത് എന്യൂമറേഷൻ മെത്തേഡ്, സിംപ്ലക്സ് മെത്തേഡ്, ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ്. അതിൽ ഹംഗേറിയൻ മെത്തേഡ് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ എന്താണ് ഹംഗേറിയൻ മെത്തേഡ് എന്നുള്ളതിൻ്റെ തിയറിയും അതുപോലെ തന്നെ ഹംഗേറിയൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്റ്റെപ്പുകളുമാണ് നമ്മളിന്ന് പറഞ്ഞത്. ഇതിൻ്റെ പ്രോബ്ലംസ് നെക്സ്റ്റ് നമുക്ക് നോട്ടിൽ തയ്യാറാക്കിയിട്ട് തരാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ ത്രൂ ഔട്ട് കാണുക. ഓക്കെ, താങ്ക് യു. സ്റ്റെപ്പ് കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. താങ്ക് യു.